إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തരമായിട്ടുള്ള അറിവ് നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള നമ്മുടെ ഇലാഹായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് പരിപൂർണമാകണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അസ്മാഉൽ ഹുസ്ന വസിഫാത്തുൽ ഉലിയ പഠിച്ചിരിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുക. അള്ളാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അഥവാ അള്ളാഹുവിനെ ആരാധിക്കുക. ഓരോ നാമം കൊണ്ടും നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അതിനനുയോജ്യമായ നാമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ നാമങ്ങളുടെ പരിപൂർണത സാക്ഷാത്കരിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാൻ സാധിക്കും. അതിന് അള്ളാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ ആശയം എന്താണെന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ ഏത് നാമം കൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് നാം അറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ഓരോ സത്യവിശ്വാസികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നാമമാണ് അൽ ലത്തീഫ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം. അള്ളാഹു തആല സൂറത്തുൽ അൻആമിൽ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, കഴിവിനെ കുറിച്ച്, അധികാരത്തെ കുറിച്ചെല്ലാം പരാമർശിച്ചതിന് ശേഷം അള്ളാഹു തആല പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും. അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല. ഖാലിഖു കുല്ലി ഷൈ, അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവാണ്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിന്റെയും സൃഷ്ടാവ് അവനാണ്. ഫഅ്ബുദൂഹ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, ഏതൊരു കാര്യത്തിനും ബരമേൽപ്പിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് അവനെയാണ്. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ, ഒരു കണ്ണുകളും അവനെ കണ്ടെത്തുകയില്ല, എന്നാൽ എല്ലാ കണ്ണുകളെയും എല്ലാ നോട്ടങ്ങളെയും കാഴ്ചകളെയും അവൻ കണ്ടെത്തുകയും ചെയ്യും. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ ലത്തീഫും ഖബീറുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, എന്താണ് ലത്തീഫ് എന്നുള്ള നാമത്തിന്റെ അർത്ഥം? എങ്ങനെയാണ് ആ നാമങ്ങൾ കൊണ്ട്, ആ നാമം കൊണ്ട് അള്ളാഹുവിനെ നാം ഇബാദത്ത് ചെയ്യുക? ലത്തീഫ് എന്നുള്ളതിന് രണ്ടർത്ഥമാണ് വിശുദ്ധ ഖുർആനിൽ ആ നാമം വന്ന സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, ഖബീർ എന്നുള്ള നാമത്തിന്റെ ആശയം, അതായത് ഏതൊരു കാര്യത്തെയും കുറിച്ച് വളരെ സൂക്ഷ്മമായി ആഴത്തിൽ അറിയുന്നവൻ എന്നുള്ള അർത്ഥം. ഖബീർ എന്നുള്ള അർത്ഥം ലത്തീഫിനുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചവൻ അറിയുകയില്ലയോ? ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിന് അറിവുണ്ടാവുകയില്ലയോ? ആ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവില്ലയോ? എന്നിട്ട് പറഞ്ഞു, വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ
കാര്യം, നീ ചെയ്യുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ അതെത്ര അണുമണി തൂക്കമുള്ള നിസ്സാരമായ ചെറിയ കാര്യമാണെങ്കിലും അത് നീ പാറക്കെട്ടുകൾക്കകത്തും ആകാശങ്ങളിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ഏത് കാര്യമാവട്ടെ, ഔഫിൽ അർദ് അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും അതിനെ അല്ലാഹു തആല കൊണ്ടുവരുന്നതാണ്. അല്ലാഹു തആല അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു തആല ലതീഫാണ്, ഖബീറാണ്. കാര്യങ്ങൾ സൂക്ഷ്മമായി ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇതാണ് സഹോദരങ്ങളെ ലതീഫ് എന്നുള്ള നാമത്തിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കൂടുതൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, വളരെ ഗോപ്യമായി കൊണ്ട് അടിമ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അവന് ഗുണമാകുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവൻ, അവന് നന്മകൾ ചെയ്തു കൊടുക്കുന്നവൻ, വളരെ വളരെ ഗോപ്യമായ നിലക്ക് അവന് വേണ്ട ഏറ്റവും നല്ല കാരണങ്ങളെ ഒരുക്കി കൊടുക്കുന്നവൻ, അവനെ സംരക്ഷിക്കുന്നവൻ, അവനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവൻ. ഇതാണ് ലത്തീഫ് എന്നുള്ളതിന്റെ അർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയ എന്നുള്ള കവിതയിൽ പറയുന്നത് കാണാം, വഹുവൽ ലത്തീഫു ബിഅബ്ദിഹി വലിഅബ്ദിഹി വൽലുത്ഫു ഫീ ഔസാഫിഹി നൗആനി. അല്ലാഹു തആല ലത്തീഫാണ്. ബിഅബ്ദിഹി അടിമയെ കൊണ്ട് ലത്തീഫാണ്, അഥവാ അടിമയുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവൻ. ലിഅബ്ദിഹി അടിമക്ക് ലത്തീഫാണ്, അഥവാ അടിമക്ക് വളരെ ഗോപ്യമായ രീതിയിൽ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ. വല്ലുത്ഫു ഫീ ഔസാഫിഹി നൗആൻ. ലുത്ഫ് എന്നുള്ള പദം അല്ലാഹുവിന്റെ വിശേഷണത്തിൽ രണ്ട് ഇനമാണ്. ഇദ്റാഖു അസ്റാറിൽ ഉമൂരി ബിഖബറത്തിൻ വല്ലുത്ഫ് ഇൻദ മവാഖിഇൽ ഇഹ്സാനി. സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, അറിയുക എന്നുള്ള ലുത്ഫ്. അതുപോലെ തന്നെ അല്ലാഹു തആല വളരെ ഗോപ്യമായി നന്മ ചെയ്യുന്നവനാണ് അടിമകൾക്ക്. ഫയുരീക ഇസ്സതഹു വയുബ്ദി ലുത്ഫഹു വൽ അബ്ദു ഫിൽ ഗഫലാത്തി അൻ ദശഅനി. ഒരടിമ അവന്റെ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അശ്രദ്ധയിലായിരിക്കുമ്പോഴും അവന്റെ പ്രതാപത്തെയും അവന്റെ ഔദാര്യത്തെയും അനുകമ്പയെയും എല്ലാം കൊണ്ടുവന്നു തരുന്നവനാണ് അല്ലാഹു തആല എന്ന് പറയുകയാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ലഭിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിക്കുന്ന സംരക്ഷണങ്ങൾ അത് അല്ലാഹുവിന്റെ ലുത്ഫിൽ നിന്നാണ്. നമുക്ക് ഹിദായത്ത് ലഭിച്ചത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി കാണിച്ചത് അവന്റെ ലുത്ഫിൽ നിന്നാണ്. നാം പാപങ്ങൾ ഒഴിവാക്കുന്നത്, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നത്, തൗബ ചെയ്ത് മടങ്ങുന്നത്, അത് സ്വീകരിക്കുന്നത് അവന്റെ ലുത്ഫാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുന്നത്, നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കിട്ടുന്നത് അത് അവന്റെ ലുത്ഫിൽ നിന്നാണ്. നന്മയിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് അവന്റെ ലുത്ഫിൽ നിന്നാണ്. പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കാൻ, നിലനിൽക്കാൻ സാധിക്കുന്നത് അവന്റെ ലുത്ഫിൽപ്പെട്ട കാര്യമാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ ഘട്ടങ്ങളിലും നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്, നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നത് ലത്തീഫായ അല്ലാഹു തആലയാണ്. നമുക്കുള്ള ഉപജീവനം നമ്മുടെ യാതൊരു കഴിവില്ലാതെയും നമുക്ക് കൊണ്ടുവന്നു തരുന്നവൻ ലത്തീഫായ അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു തആല അവന്റെ അടിമക്ക് ലത്തീഫാണ്, വളരെ ഗോപ്യമായ നിലക്ക് നന്മകൾ കൊണ്ടുവരുന്നവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ അങ്ങേയറ്റം കഴിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, പ്രതാപമുള്ളവനാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള നബിമാർ, അതിലൊരു നബിയുടെ ചരിത്രം അല്ലാഹു തആല പൂർണ്ണമായി വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ നബി അവസാനത്തിൽ ആ ജീവിത ചരിത്രത്തിൽ അനുഭവിച്ച വ്യത്യസ്ത ഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവസാനം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഈ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ കാണാം. അതിന്റെ അവസാനത്തെ വാക്ക് ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. എന്റെ റബ്ബ്, തീർച്ചയായും എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ലതീഫാണ്. ഗോപ്യമായ നിലക്ക് അവൻ ചിന്തിക്കുക പോലും ചെയ്യാതെ, അവന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ അവനുള്ള നന്മകൾ കൊണ്ടുവന്നു തരുന്നവനാണ്, ഒരുക്കി കൊടുക്കുന്നവനാണ്. അല്ലാഹു തആല എല്ലാം അറിയുന്നവനും എല്ലാം ഹിക്മത്തുള്ളവനുമാണ് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൊട്ടക്കിണറ്റിൽ കിടന്നത് ബാഹ്യമായി നോക്കുന്നവർക്ക് ഏറ്റവും ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് കൊല്ലപ്പെടുന്നതിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അടിമച്ചന്തയിൽ വിൽക്കാൻ വെച്ചത് ആ ബാഹ്യമായി നോക്കുമ്പോൾ ഏറ്റവും
ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്നത് ഞെരുക്കത്തിലും തടവറയിലുമാണ്. പക്ഷേ ആ സ്ത്രീകളുടെ ഫിത്നയിൽ മഅസിയത്തിൽ അകപ്പെടാതിരിക്കാനുള്ള സംരക്ഷണമായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും നാം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പറഞ്ഞു തരുമ്പോൾ ഓരോ ഘട്ടത്തിലും ലത്തീഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളെ നമ്മെ അറിയിക്കുന്നുണ്ട്. പൊട്ടക്കിണറ്റിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ആ കൂരിരുട്ട് രാത്രിയിൽ കിടക്കുന്ന ആ പൈതൽ, ആ കുഞ്ഞ് ചെറിയ കുട്ടി, ആ കുട്ടിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം പറയുമ്പോൾ പറയുന്നുണ്ട്, വൗഹൈന ഇലൈഹി, നാം ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അറിയിച്ചിട്ടുണ്ട്, ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിന്റെ സഹോദരങ്ങൾ യാതൊരു ബോധമില്ലാത്ത കാലത്ത് നീ ഇതവരെ അറിയിക്കുമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അടിമച്ചന്തയിൽ വിൽക്കാൻ വെക്കുമ്പോൾ അസീസ് അത് വാങ്ങും, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വാങ്ങുമ്പോൾ അല്ലാഹു തആല പറഞ്ഞ വാക്ക് നോക്കൂ, വകദാലിക മക്കന്നാ ലിയൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഫിൽ അർദ്, അവിടെ ഒരു സൗകര്യം കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ആ വാങ്ങിയിട്ടുള്ള അടിമയായി വാങ്ങിയിട്ടുള്ളത്. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്, അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനം നാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്തറൻ നാസി ലാ യഅലമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യം ജയിച്ചടക്കുന്നവനാണ്, ജനങ്ങളിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അതേ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും ഞെരുക്കവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിറഞ്ഞ സമയങ്ങൾ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കണം, അതിനു പിന്നിൽ ലത്തീഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്തായിരിക്കുമെന്ന്. അല്ലാഹു തആല ലത്തീഫാണെന്ന് നാം മനസ്സിലാക്കണം. ആ സമയം ലത്തീഫായ അല്ലാഹുവിനെ വിളിച്ച് യാ ലത്തീഫ് എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവന്റെ ആ നാമം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സഹോദരങ്ങളെ, ജയിലിന് ശേഷം പുറത്തു വന്ന ആ ജയിലിൽ കിടത്തിയത് എന്തിനാണെന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് യതബവ്വഉ മിൻഹാ ഹൈസു യശാ നുസീബു ബിറഹ്മതിനാ മൻ നശാ. യൂസുഫ് നബി അലൈഹിസ്സലാം ആ ജയിലിൽ നിന്ന് പുറത്തു വന്ന് അവിടെയുള്ള അധികാരം, സാമ്പത്തിക അധികാരം നൽകുമ്പോൾ അല്ലാഹു തആല പറയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടെ ആധിപത്യം നൽകാൻ വേണ്ടി, തന്റെ ഇഷ്ടപ്രകാരം അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ് നാം അത് ചെയ്തത്. നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം കാരുണ്യം നൽകുന്നു എന്ന് അല്ലാഹു തആല പറയാൻ. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കടന്നുപോയി കുട്ടിയായിരിക്കുമ്പോൾ യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ, ഉപ്പ ഞാനൊരു സ്വപ്നം കണ്ടു, ഇന്നാലിന്ന സ്വപ്നമാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാന്റെ അടുക്കൽ വന്ന ആ കുട്ടി പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്റെ സഹോദരങ്ങളെയും ഉപ്പയെയും ഉമ്മയെയും തന്റെ അധികാരത്തിന് കീഴിലായി കൊണ്ടുവന്നുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ. വഖാല യാ അബതി, ആ സമയം യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ ഉപ്പ, ഹാദാ തഅ്വീലു റുഇയാ, ഇതാ ഞാൻ അന്ന് കണ്ട സ്വപ്നം, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത്. മിൻ ഖബൽ, മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ, ഇതാ എന്റെ റബ്ബ് ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ, അവൻ എന്നോട് ഇഹ്സാൻ ചെയ്തിരിക്കുന്നു, അവൻ എന്നോട് നന്മ ചെയ്തിരിക്കുന്നു ആ തടവറയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ. വജാഅ ബികും മിനൽ ബദ്വി മിൻ ബഅദി അൻ നസഅ അശ്ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, എന്റെയും എന്റെ സഹോദരങ്ങൾക്കിടയിൽ പല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളെല്ലാം ഇതാ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ടും എന്റെ റബ്ബ് എന്നോട് ഇഹ്സാൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരോടെല്ലാം ലതീഫാണ്, ഗോപ്യമായ നിലക്ക് അവന് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ, അവൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അവന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ അവൻ എളുപ്പമാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നവനാണ് ലതീഫായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട, നാം ദുആ ചെയ്യേണ്ട, ഇബാദത്ത് പൂർത്തീകരിക്കേണ്ട ലതീഫ് എന്നുള്ള നാമത്തെ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വ്യത്യസ്ത നാമങ്ങളിലൂടെ നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്.
അത് പൂർത്തീകരിക്കണമെങ്കിൽ അവന്റെ അസ്മാഉൽ ഹുസ്ന നാം പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതനുസരിച്ച് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ലത്തീഫ് എന്നുള്ള നാമത്തെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമയമാണ് നാം അനുഭവിക്കുന്ന ഞെരുക്കങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും സമയത്ത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ പരീക്ഷണങ്ങളിൽ, ബലാകളിൽ, ഞെരുക്കങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ പറയുന്നിടത്ത് രണ്ടാമതായി പറയുന്നുണ്ട് ഇൻതിളാറു റൗഹിൽ ഫറജ്. ഒരു സമാധാനം, തുറവി ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുക എന്നുള്ളത് ഞെരുക്കത്തിൽ സമാധാനമേകുന്ന, ക്ഷമിക്കാൻ സഹായകമേകുന്ന കാര്യമാണ്. അതായത് നാം എന്തെങ്കിലും ഞെരുക്കം അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ക്ഷമിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന കാര്യം ഒരു തുറവീത വൈകാതെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക എന്നുള്ളത് ക്ഷമിക്കാൻ നമുക്ക് സഹായകമേകുന്ന കാര്യമാണ്. യഅനി റാഹതഹു വനസീമഹു വലദ്ദതഹു, അതായത് ഉടനെ തന്നെ ഒരു തുറവി ഉണ്ടാകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ഫഇൻതിളാറഹു വമുതാലഅതഹു വതറഖബഹു, ഒരു ഞെരുക്കം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള തുറവി വൈകാതെയുണ്ട്, സമാധാനം വൈകാതെയുണ്ട് എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത് യുഖഫിഫു ഹംലൽ മശഖ്ഖ, ഞെരുക്കത്തിന്റെ ആ ബുദ്ധിമുട്ടിന്റെ അളവ് കുറക്കും, അത് കുറച്ചു കളയും. വലാ സിയമാ ഇൻദ ഖുവ്വത്തി റജാഇ അവിൽ ഖത്ഇ ബിൽ ഫറജ്, ഒരു ശക്തമായ അല്ലാഹുവിൽ റജാ ഉള്ളവനും അതുപോലെ തന്നെ അള്ളാഹു എന്തായാലും തുറവി നൽകുമെന്നുള്ള ദൃഢനിശ്ചയമുള്ളവനുമാണ് എങ്കിൽ അവൻ എന്തായാലും എത്ര ഞെരുക്കമാണെങ്കിലും ആ സമയത്ത് ക്ഷമിക്കാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു യജിദു ഫീ ഹശ്ഫിൽ ബലാഹ് മിൻ റൗഹിൽ ഫറജി വനസീമത്തിൻ വറാഹത്തിൻ വനസീമിഹി വറാഹത്തിഹി മാ ഹുവ മിൻ ഖഫിൽ അൽതാഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ ഗോപ്യമായിട്ടുള്ള ലുത്ഫിനെ ആ സമയത്ത് അവൻ അനുഭവിക്കാൻ സാധിക്കും. അഥവാ ഏറ്റവും ഞെരുക്കമുള്ള സമയത്ത് വൈകാതെ അള്ളാഹു എനിക്കൊരു തുറവി നൽകും, അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് ദൃഢമായി പ്രതീക്ഷിക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടുള്ള ഞെരുക്കമാണെങ്കിലും അതിലൊരു സമാധാനം കണ്ടെത്താനുള്ള അവസരം അവന് ലഭിക്കും. മാ ഹുവ ഫറജുൻ മുഅജ്ജലുൻ, അത് പെട്ടെന്ന് ലഭിക്കുന്ന തുറവിയാണ്. ഞെരുക്കമുണ്ടെങ്കിലും അവൻ ലഭിക്കുന്ന തുറവിയാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു വബിഹി വബിഗൈരിഹി യുഫ്ഹമു ഇസ്മുഹു അൽ ലത്തീഫ്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള ക്ഷമയിലൂടെ, ഇങ്ങനെയുള്ള പ്രതീക്ഷയിലൂടെ എല്ലാം, അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ലത്തീഫ് എന്നുള്ള നാമത്തെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, നാം നമ്മിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിച്ച ലുത്ഫ്, അള്ളാഹു ലത്തീഫാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് വേണ്ട ഖൈറുകൾ കൊണ്ടുവന്ന് തരുന്നവനാണ് ലത്തീഫായ അള്ളാഹു തആല. അതുപോലെ തന്നെ കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കണ്ട് അറിയുന്നവനുമാണ് ലത്തീഫായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുക, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات